കെ സി വേണുഗോപാൽ മാത്രമല്ല രമേശ് ചെന്നിത്തല ആവട്ടെ വി ഡി സതീശനാവട്ടെ അവർ നേതാക്കളെ കണ്ടു ചർച്ച ചെയ്തു എന്നതിനപ്പുറം മുഖ്യമന്ത്രിയിലേക്ക് ലീഡ് തരുന്ന ഏതെങ്കിലും ഒരു പ്രതികരണം ഈ മൂന്ന് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആകെ വന്നത് വിഡിയുടെ ഭാഗത്തു നിന്നാണ്. വിഡി അന്ന് പറഞ്ഞത് ഇതധികം ലേറ്റാവല്ല, ഇതൊരു വലിയ വൈകലില്ല എന്ന കാര്യമാണ് വി ഡി എന്ന് പറഞ്ഞത്. എന്തായാലും 10ാം ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി ആരെ എന്നറിയാൻ ഓൾ ദ റോഡ്സ് ലീഡ്സ് റോം എന്ന് പറയുന്ന പോലെ എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്ക് അങ്ങനെ കണ്ണും നട്ടിരിക്കുകയാണ്. വി ഡി സതീശന്റെ വീട്ടിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രവർത്തകരുടെയും അനുയായികളുടെയും ഒഴുക്ക്, നേതാക്കളുടെയൊക്കെ ഈ പറഞ്ഞ അവിടുത്തെ നേതാക്കളുടെ പ്രാദേശിക നേതാക്കളുടെ ഒഴുക്ക് വി ഡി സതീശന്റെ വസതിയിലേക്കുണ്ട്. കെ സി വേണുഗോപാൽ വീട്ടിൽ കെ സി വേണുഗോപാൽ ഉണ്ട്. കെ സി വേണുഗോപാൽ അല്പസമയത്തിനകത്ത് പുറത്തേക്ക് വരാനിരിക്കുന്നു. രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. കെ പി സി ആസ്ഥാനത്തടക്കം ഈ പോയ 2 ദിവസം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി മധുര വിതരണത്തിലുള്ള ഒരുക്കങ്ങൾ ബാക്കിയോ കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പക്ഷേ തീരുമാനമാകാതെ വൈകുന്നേരമാകുമ്പോഴും നിരാശരായി പിരിഞ്ഞു പോകുന്ന കാഴ്ച കെ പി സി ആസ്ഥാനം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെ ആവാൻ വഴിയില്ല. ഇന്നൊരു തീരുമാനം ഇന്നിൽ നാളെയിലേക്ക് ആ തീരുമാനം വൈകിപ്പിക്കാൻ ഇടയില്ല. അതിനിടയിൽ പക്ഷേ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് 3:30 ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം അവർ MLA-മാരെയൊക്കെ കാണും എന്ന് പറയുന്നു. അതെന്തിനാണ് എന്ന കാര്യം അറിയില്ല. എന്തായാലും ഘടകകക്ഷികളോടും സീറ്റ് ബെൽറ്റ് ഇട്ടുവെച്ചോളൂ, റെഡിയായിരുന്നോളൂ എന്നൊരു നിർദ്ദേശം ഡൽഹിയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു. ഘടകകക്ഷി നേതാക്കളുമായിട്ടൊക്കെ ഇന്നലെയും ഇന്നും രാവിലെയും ഒക്കെയായി പിന്നെയും അവർ ഘടകകക്ഷി നേതാക്കളൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ ലീഗിന്റെ നിലപാട് മാത്രമാണ്, ലീഗ് വീടിക്കൊപ്പം എന്ന നിലപാട് മാത്രമാണ് പിന്നീട് പുറത്തേക്ക് വന്നത്. ഒട്ടുമിക്ക ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രന്റെ അടക്കം വാക്കുകളിൽ എന്താണ് അവരാരെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഷിബു ഉപയോഗിച്ച വാക്കുകളിലാണെങ്കിലും അപ്പോൾ അതിനനുസൃതമായ തീരുമാനമാണ് ഉണ്ടാവുക. അതിനപ്പുറം ഒരു തീരുമാനം ഉണ്ടാവുമോ? എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഈ 3 പേരിലല്ലാതെ 4ാമതൊരാൾ ഒരു സമവായം അങ്ങനെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചാബിലൊക്കെ ചരൺജീത് സിംഗ് ചന്നി എന്നതിലേക്ക് എത്തിയതുപോലെ, ആന്ധ്രയിൽ റോസയ്യ എന്നതിലേക്ക് എത്തിയതുപോലെ 2 പേർ തർക്കമുണ്ടാവുകയാണെങ്കിൽ 3ാമതൊരാൾ ഒന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അസംഭവമൊന്നുമല്ല. പക്ഷേ ഇവിടെ 3 നേതാക്കളുണ്ട്. 3 പേർക്കും കൃത്യമായ ക്ലെയിമുണ്ട്, 3 പേർക്കും കൃത്യമായ യോഗ്യതയുണ്ട്. അവർ ആ ക്ലെയിമുകൾ ഈ ദിവസങ്ങൾ ഹൈക്കമാൻഡ് മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തും സംഭവിക്കാം. മുഖ്യമന്ത്രിയിൽ ആ സസ്പെൻസ്, കൊടും സസ്പെൻസ് അങ്ങനെ തുടരുകയാണ്. അല്പസമയത്തിനകം രാഹുൽ ഖർഗെയുടെ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ നടന്ന ഡെവലപ്മെന്റ്, മല്ലികാർജ്ജുൻ ഖർഗെ കെ സി വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമെന്നുള്ളതാണ്. അതിനുശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കെ സി വേണുഗോപാലിനായി ആ കാർ തയ്യാറായി നിൽക്കുന്നു. അത് ഇനി കെ സി മുഖ്യമന്ത്രി എന്ന തീരുമാനം അറിയിക്കാനാണോ അതോ വി ഡി മുഖ്യമന്ത്രി അതുകൊണ്ട് അനുനയിക്കണം എന്ന അനുനയ ശ്രമമാണോ എന്ന കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും കൂടുതൽ MLA-മാരുടെ പിന്തുണ കെ സി വേണുഗോപാൽ ഉണ്ട് എന്നുള്ളതാണ് വേണുഗോപാൽ ക്യാമ്പിന്റെ ക്ലെയിം. അതേസമയം ഘടകകക്ഷികളുടെയും പൊതുജനത്തിന്റെയും പബ്ലിക് സൈക്കും തനിക്കൊപ്പമാണെന്നുള്ളതാണ് വി ഡി സതീശൻ ക്യാമ്പിന്റെ ക്ലെയിം. സീനിയോറിറ്റി എന്ന വലിയ ഒരു ക്ലെയിമായി നിൽക്കുന്ന രമേശ് ചെന്നിത്തല 3 നേതാക്കൾക്കിടയിൽ ഏത് നേതാവിനെ ഹൈക്കമാൻഡ് തെരഞ്ഞെടുക്കുമെന്ന കാര്യം അറിയില്ല. എന്തായാലും കമ്പോട് കമ്പ് ചർച്ചയായിരുന്നു പോയ ദിവസങ്ങളിൽ. കേരളത്തിലെ ഗ്രൗണ്ട് വികാരം ആർക്കനുകൂലമാണ്, കേരളത്തിലെ ഗ്രൗണ്ട് വികാരം എന്നറിയാൻ ഏജൻസിയെ ചുമതലപ്പെടുത്തൽ, എന്നറിയാൻ സീക്രട്ട് നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കൽ തുടങ്ങി എല്ലാവിധ എക്സസൈസും, ഒരു പേര് പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള എല്ലാവിധ എക്സസൈസും ഹൈക്കമാൻഡ് അതിന്റെ പരമാവധിയിൽ അതിന്റെ മാക്സിമം എക്സ്റ്റൻഡിൽ ആ എക്സസൈസ് ഹൈക്കമാൻഡ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാര്യം പല ലെയറിൽ ചർച്ചകൾ നടന്നു. ആദ്യം നിരീക്ഷകർ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചർച്ച നടന്നു. നിരീക്ഷകർ വന്നു, അപ്പോൾ ചർച്ച. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി ചർച്ച, MLA-മാരുമായി ചർച്ച. അതിനുശേഷം ഈ 3 നേതാക്കളെ വിളിച്ച് ചർച്ച. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ടും ചർച്ച. അതിനുശേഷം ഘടകകക്ഷികളുമായി പിന്നെയും ഒരു വട്ടം ചർച്ച, പിന്നെയും ചർച്ച. അങ്ങനെ ചർച്ചകളുടെ ഏറ്റവും പരമാവധി. അതാണ് ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് MLA ഒക്കെ പറയുന്നത്. പക്ഷേ അത്ര സൗന്ദര്യം വേണോ എന്ന ചോദ്യമൊക്കെ ആ ദിവസങ്ങൾ നമ്മൾ കേട്ടതാണ്. പോട്ടെ, അത് ആ പാർട്ടിയുടെ കാര്യമാണ്. 10 ദിവസമാവുന്നു. 10ാം നാൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം. അത് കോൺഗ്രസിന്റെ മാത്രം തലവേദനയല്ല, അത് കേരളത്തിന് മുഴുവൻ. ഒരു മുഖ്യമന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിക്കാനുള്ള അവകാശം കേരളത്തിന് മുഴുവനുണ്ട്. അത് കോൺഗ്രസിന് വോട്ട് ചെയ്തവർക്കും കോൺഗ്രസിന് വോട്ട് ചെയ്യാത്തവർക്കും ഇതര രാഷ്ട്രീയ പാർട്ടി CPM BJP-ക്കാർക്കൊക്കെ അവകാശമുണ്ട് അത് ചോദിക്കാൻ. ഞങ്ങളുടെ മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ ചോദ്യം കൂടുതൽ കടുത്ത രീതിയിൽ ഉയരുന്ന മണിക്കൂറുകൾ കൂടിയാണ് ഗ്രൗണ്ടിൽ നിന്നും. അപ്പോൾ ഇന്ന് തന്നെ ആ തീരുമാനം ഉണ്ടാകുന്നു. അത് വി ഡി ആണോ, അത് കെ സി ആണോ, അത് ആർ സി ആണോ, 3 പേരിൽ ഒരാളാണോ, അതോ 3 പേരിനപ്പുറം 4ാമതൊരാൾ തബേന്ന് പൊട്ടി വീഴോ എന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അല്പസമയത്തിനകം രാഹുൽ ഖർഗെ കൂടിക്കാഴ്ചയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.